നമ്മളുടെ റോക്കി ബൈക്ക് വയ്യാതിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഒരു കോള് വന്നുള്ളൂ, റോക്കി ബൈക്ക് ഡയോറിയാണ് എന്ന് പറഞ്ഞിട്ട്. വീട്ടിൽ ഉച്ചയ്ക്ക് ഒരു മെയ്ഡ് വരും. ആ മെയ്ഡാണ് എന്നോട് പറഞ്ഞത് റോക്കി ബൈ ഈസ് നോട്ട് ഫീലിംഗ് വെൽ എന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങി വീട്ടിൽ പോയി നോക്കിയപ്പോൾ ഉണ്ട് റോക്കി ബൈ ആകെ ലൂസ് മോഷൻ അടിച്ച് നിൽക്കുകയാണ് ഗൈസ്. പാവം. നേരെ റോക്കി ബൈനെ പൊക്കി ഞാൻ ബാഗിലേക്ക് ഇട്ടു ഗൈസ്. കൂടെ മൂവാനേനെയും കൊണ്ടുപോകാം എന്ന് കരുതി മൂവാനേനെയും ബാഗിലിട്ടു. മൂവാന ഒരു സെക്കൻഡ് പോലും റോക്കി ബൈനെ കാണാണ്ടിരിക്കില്ല. അങ്ങനെ രണ്ടുപേരെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. മൂവാനയുടെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവാനയ്ക്ക് 24/7 റോക്കി ബൈനെ കണ്ടുകൊണ്ടിരിക്കണം. ഒരു മിനിറ്റ് റോക്കി ബൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ മൂവാന കരച്ചിൽ തുടങ്ങും ഗൈസ്. അതുകൊണ്ട് മൂവാനയ്ക്ക് ഇനി റോക്കി ബൈനെ കാണാണ്ട് ഡിപ്രഷൻ അടിക്കണ്ടല്ലോ എന്ന് കരുതി രണ്ടുപേരെ ഞാൻ ഒരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൂസ് മോഷൻ നമ്മുടെ റോക്കി ബൈക്ക് വന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ്. ഡീവേമിങ്ങിന്റെ വാക്സിനൊക്കെ ഓൾറെഡി ഞാൻ 2 പേർക്ക് എടുത്തതായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണോ ആവോ ഇങ്ങനെ ഒരു ലൂസ് മോഷൻ വരാൻ കാരണം. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി ഗൈസ്. ഞങ്ങളോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം ഡോക്ടർ വേറെ ഏതോ പേഷ്യൻറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 10 മിനിറ്റ്സ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ വന്നു ഗൈസ്. അങ്ങനെ നമ്മുടെ റോക്കി ബൈനെ ഡോക്ടർ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് ഗൈസ്. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ മെയിൻ പ്രോബ്ലംസ് ഒക്കെ നെഗറ്റീവാണ് കാണിക്കുന്നത് ഗൈസ്. അതുകൊണ്ട് തന്നെ ഒരു സമാധാനം. ഡോക്ടർ എന്താ പറഞ്ഞതെന്നറിയോ? നമ്മുടെ റോക്കി ബൈ നമ്മൾ ആരും അറിയാതെ എന്തോ ഒരു സാധനം വിഴുങ്ങിയിട്ടുണ്ട് ഗൈസ്. അതാണ് ഈ ഒരു ലൂസ് മോഷൻ വരാൻ കാരണം. ഇനി കുറച്ച് ദിവസത്തേക്ക് റോക്കി ബൈക്ക് കഴിക്കാനുള്ള ഫുഡും മെഡിസിനും ഒക്കെ ഡോക്ടർ നമുക്ക് തന്നു ഗൈസ്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് പോവാണ്. ഇനി അങ്ങോട്ട് 3 ദിവസത്തേക്കുള്ള റോക്കി ബൈയുടെ മെഡിസിനും ഫുഡും ഒക്കെയാണ് ഈ കാണുന്നത്. കണ്ടോ, ആകെ ടെൻഷനായി ഗൈസ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും റോക്കി ബൈ ഇപ്പോഴും ആക്റ്റീവാണ്. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു സമാധാനം. ഫുൾ ടൈം മൂവാനായിട്ട് കളിയാണ്. പാവം നമ്മുടെ റോക്കി ബൈ. ഈ അസുഖം ഒന്ന് എത്രയും പെട്ടെന്ന് മാറിയാൽ മതിയായിരുന്നു. അങ്ങനെ രാത്രി 9 മണിക്ക് ഞങ്ങൾ ഫസ്റ്റ് ഡോസ് മരുന്നും ഫുഡും കഴിക്കാൻ പോവാണ് ഗൈസ്. റോക്കി ബൈക്ക് മരുന്ന് കഴിക്കാൻ ചെറിയൊരു മടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം മരുന്നിൻ്റെ ടേസ്റ്റ് നമ്മുടെ റോക്കി ബൈക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അങ്ങനെ 2ാമത്തെ മരുന്നും നമ്മൾ റോക്കി ബൈക്ക് കൊടുക്കുകയാണ്. 2ാമത്തെ മരുന്ന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല റോക്കി ബൈക്ക്. ഞാൻ പിന്നെ കുറേ കഷ്ടപ്പെട്ട് കയ്യിലൊക്കെ വെച്ച് വായിൽ വെച്ച് കൊടുത്തു ഗൈസ്. ഇനി അങ്ങോട്ട് അസുഖം മാറുന്നത് വരെ നമ്മുടെ റോക്കി ബൈനെ ഞാൻ ക്വാറന്റൈൻ ചെയ്യാൻ പോവാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു കേജ് വാങ്ങിച്ചു. ആ ഒരു കേജിലാണിപ്പോൾ റോക്കി ബൈനെ ഇട്ടിരിക്കുന്നത്. മൂവാനയ്ക്ക് വിഷമാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഞാൻ മൂവാനേനെയും ആ കേജിൽ തന്നെ ഇട്ടു. നിങ്ങളെല്ലാവരും നമ്മുടെ റോക്കി ബൈയുടെ അസുഖം പെട്ടെന്ന് മാറാനൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ.